ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മീൽസ് പേജിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ മീൽസ് പേജിൽ കണ്ടന്റ്, ഒരു ഡമ്മി കണ്ടന്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഞാൻ കോഡ് എങ്ങനെയെന്ന് പറഞ്ഞ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഫോൾഡറിനകത്ത് മീൽസ് ഫോൾഡറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ page.tsx ഫയലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡമ്മി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ഫ്രാഗ്മെന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്മെന്റിന്റെ തൊട്ട് താഴെ ഞാനിവിടെ ഒരു ഹെഡർ എന്ന് പറഞ്ഞൊരു ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡറിനകത്ത് വരുന്നത് ഒരു h1 ടാഗ് ഉണ്ട്, പിന്നെ ഒരു p ഉണ്ട്, പിന്നെ p എലമെന്റ് ഇവിടെ ഉണ്ട്. 2 p എലമെന്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പാരഗ്രാഫിന്. അതായത് നമുക്ക് ഷെയർ കമ്മ്യൂണിറ്റി, ഷെയർ യുവർ ഫേവറേറ്റ് റെസിപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയർ പേജിനകത്തോട്ട് പോകും. ഓക്കെ, സോ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളിത് ടൈപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഹെഡർ കഴിഞ്ഞാൽ ഞാനിവിടെ മെയിൻ ഫോൾഡറിനകത്തോട്ട് വരുന്നത്, മെയിൻ എലമെന്റിനകത്ത് ഒരു മീൽസ് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് കസ്റ്റം കോമ്പോണന്റ് ആണ്. അതിൽ പാസ് ചെയ്യുന്നത് ഒരു മീൽസിനകത്ത് ഒരു അറേ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു CSS മൊഡ്യൂൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, സോ നിങ്ങൾ അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ പ്രോജക്റ്റിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് മീൽസ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പോണന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മീൽസ് ഗ്രിഡ് കോമ്പോണന്റ് എവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കോമ്പോണൻസിനകത്ത് ഒരു മീൽസ് ഫോൾഡർ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഒരു മീൽസ് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ടൈപ്പ്സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു CSS മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മീൽസ് ഗ്രിഡിനകത്ത് വേറെ ഒന്നുമല്ല, നമ്മളൊരു മീൽസ് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട് ഫംഗ്ഷനകത്ത് നമ്മൾ മീൽസ് എന്ന് പറഞ്ഞൊരു അറേ ഒബ്ജക്റ്റ് ആണ് അവിടെ പാസ് ചെയ്യുന്നത്. ഈ അറേ ഒബ്ജക്റ്റ് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അൺഓർഡർഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ഈ അറേനെ പിടിച്ച് ലൂപ്പ് ചെയ്തിട്ട് ആ ലൂപ്പ് ചെയ്യുന്ന ഐറ്റംസിനെ പിടിച്ചെല്ലാം നമ്മൾ ലിസ്റ്റ് എലമെന്റിനകത്തോട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ മീൽസിനകത്ത് വരുന്നത് നമുക്ക് ഐഡിയും വരും, പിന്നെ അതിനകത്ത് കുറേ പ്രോപ്പർട്ടീസും ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ മീൽ ഐറ്റമിനകത്ത് അത് വേറൊരു സെപ്പറേറ്റ് കോമ്പോണൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീലിനകത്ത് വരുന്നതെല്ലാം നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ മീൽ ഐറ്റം എന്ന് പറഞ്ഞൊരു കസ്റ്റം കോമ്പോണൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മീൽ ഐറ്റം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പാസ് ചെയ്യുന്നത് 1 2 3 4 5 പ്രോപ്പർട്ടീസാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ കാര്യം. സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ നമുക്ക് എല്ലാം പ്രോപ്പർട്ടീസ് എടുത്ത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ വരും. ഓക്കെ, സോ ഇത് ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എനി എന്ന് പറഞ്ഞ് ടൈപ്പ് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മീൽ ഐറ്റം പ്രോപ്സ് എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് മെത്തേഡാണ്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി മാത്രം മതി, വേറെ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട. ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ, ടൈപ്പ് സ്ക്രിപ്റ്റിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊരു അതിൻ്റെ പ്രോപ്പർട്ടിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു CSS മൊഡ്യൂൾ ഉണ്ട്. ഇത് ഞാൻ കോഡിനകത്ത് ഇട്ടേക്കും. സോ ഈ 3 CSS മൊഡ്യൂൾ ഞാൻ ആ ഫയലിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഈ മീൽ ഐറ്റമിനകത്ത് നമുക്കിവിടെ ഒരു ഇമേജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇമേജിനകത്ത് നമ്മൾ ഇമേജ് ആക്ച്വലി Nextjsനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കോഡ് നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങളിതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. കാരണം ടൈപ്പ് ചെയ്താലേ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എറർ വരുമ്പോൾ ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതിനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. ഇനി നമുക്ക് ഇതിനകത്ത് വരേണ്ടത് ഒരു മീൽസ് ആണ്. നമുക്ക് അതായത് ഇപ്പം ഞാനിവിടെ page.tsx ഫയലിനകത്തോട്ട് പോയാൽ, അതായത്
മീൽസിനകത്തുള്ള പേജ് ഫയലിനകത്തോട്ട് പോയാൽ ഇപ്പം ഞാനിവിടെ ഒരു എം ടി അറയാണ് കൊടുത്തിരിക്കുന്നത്. സോ ആക്ച്വലി ഇതൊരു മീൽ ഐറ്റംസ് എം ടി ആണ്. ഇനി നമുക്ക് മീൽസ് ഐറ്റംസ് കൊണ്ടുവരണം. അത് നമുക്ക് ഡേറ്റാബേസ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും സാധനം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ വേറെ ഒന്നല്ല, നമ്മളെ മീൽസ് ഫോൾഡറിനകത്തോട്ട് പോയാൽ നമ്മളെ പേജ് ഫയലിനകത്ത് നമ്മൾ ഇത്രയും കണ്ടന്റ് ആഡ് ചെയ്യുന്നു. അതിനകത്ത് ഒരു മീൽസ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു കസ്റ്റം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കസ്റ്റം കോമ്പോണന്റ് എവിടെയാണ്? കോമ്പോണൻസ് ഫോൾഡറിനകത്ത് മീൽസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മളൊരു മീൽസ് ഗ്രിഡിന്റെ കോമ്പോണന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മീൽ ഐറ്റമിന്റെ കോമ്പോണന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CSS മോഡ്യൂൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.